ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക രംഗത്ത് വരാത്തത്, അല്ലെങ്കിൽ പാകിസ്ഥാനൊപ്പം അമേരിക്ക ഇല്ലാത്തത്. ഇതിനു മുമ്പ് കാർഗിൽ വരെ ഉണ്ടായ എല്ലാ യുദ്ധങ്ങളിലും അമേരിക്ക നേരിട്ടോ പരോക്ഷമായോ സപ്പോർട്ട് ചെയ്തിരുന്നത് പാകിസ്ഥാനെയാണ്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്കയുടെ പിന്തുണ പാകിസ്ഥാനില്ല. നൺ ഓഫ് അവർ ബിസിനസ് എന്നാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചത്. ഈ ഒരു മറുപടി എത്ര കാലമായിട്ട് ഇന്ത്യ ആഗ്രഹിച്ചതാണെന്നറിയാമോ? മുമ്പ് പലപ്പോഴും ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാതിരുന്നു എങ്കിലെന്ന്. 1971 അമേരിക്കയുടെ സപ്പോർട്ട് പാകിസ്ഥാൻ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അന്ന് തന്നെ തീർക്കേണ്ടതായിരുന്നു കാശ്മീർ പ്രശ്നം. പക്ഷേ എക്കാലവും അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാനെ കൂടെ ഇല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിലവിലെ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടില്ല എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ കാര്യമല്ല, നൺ ഓഫ് അവർ ബിസിനസ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞു. യുദ്ധം ഒഴിവാക്കാൻ മാത്രമേ US ആവശ്യപ്പെടാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടാൻ പോകുന്നില്ല. ഇത് ഞങ്ങളുടെ ജോലിയല്ല. അവർ തമ്മിലുള്ള യുദ്ധം ഒരു പ്രാദേശിക യുദ്ധമോ ആണവ യുദ്ധമോ ആയി മാറരുത്. അങ്ങനെ സംഭവിച്ചാൽ അതൊരു ദുരന്തമായിരിക്കും. ഇത് ആ രാജ്യങ്ങളുടെ നേതാക്കളുടെ തീരുമാനമാണ് എന്നാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പ്രതികരിച്ചത്. ഈ ആളുകളെ അല്പം സംഘർഷം കുറയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി ഞങ്ങളുടെ കാര്യമല്ലാത്തതും അമേരിക്കയുടെ നിയന്ത്രണ ശേഷിയുമായി യാതൊരു ബന്ധമില്ലാത്തതുമായ ഒരു യുദ്ധത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ പോകില്ല. നിങ്ങൾക്കറിയാമോ, അമേരിക്കയ്ക്ക് ഇന്ത്യക്കാരോട് ആയുധം താഴെയിടാൻ പറയാനാവില്ല, പാകിസ്ഥാനികളോട് ആയുധം താഴെയിടാൻ പറയാനാവില്ല. അതിനാൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഞങ്ങൾ ഈ കാര്യം തുടർന്നും പിന്തുടരും. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് JD വാൻസ് ഇത് പറഞ്ഞത്. എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യയുടെ സൈനിക ശേഷി. പാകിസ്ഥാൻ എന്നാൽ അടി കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി എന്ന് ഞാൻ എടുത്തു പറയട്ടെ. ഇതുപോലൊരു സാഹചര്യം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അമേരിക്ക, റഷ്യ, യൂറോപ്പ്, ലോകത്തെ പ്രധാന ശക്തികളെല്ലാം ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു. ചൈന പോലും പരസ്യമായി ശക്തമായി ഇന്ത്യ എതിർക്കുന്നില്ല. പാകിസ്ഥാനോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാൻ ചൈന പോലും ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ചർച്ച ചെയ്ത് പരിഹാരം കാണണം, യുദ്ധം പരിഹാരമല്ല എന്നൊക്കെയുള്ള അഴകുഴമ്പൻ ന്യായങ്ങൾ മാത്രമേ ചൈന പറയുന്നുള്ളൂ. പാകിസ്ഥാനൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരായി പറയാൻ ചൈന പോലും മടി കാണിക്കുന്നു എന്നത് പാകിസ്ഥാനെ വല്ലാതെ അതിശയപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിലെല്ലാം പാകിസ്ഥാനെ ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ചാടി മുന്നിൽ വരുന്നത് അമേരിക്കയാണ്. യുദ്ധം അവസാനിപ്പിക്കണം, മനുഷ്യാവകാശം, മറ്റൊന്ന് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഓരോ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ ഇന്ത്യ നിർബന്ധിക്കും. അമേരിക്ക പോലെ ഒരു വൻ ശക്തി ഇടപെടുമ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും വഴങ്ങി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കുറെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന യുദ്ധമാണ്, പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ആയിട്ട് ഈ തർക്കം അവിടെയുണ്ട്. ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ്. യുദ്ധം പരിഹാരമല്ല, യുദ്ധം അവസാനിപ്പിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ തന്നെ അമേരിക്ക കൈയൊഴിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനെ. എന്ന് വെച്ചാൽ ലോകത്ത് ആരുമില്ല പാകിസ്ഥാനെ വേണ്ടി വാദിക്കാൻ, മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയാൻ, അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ പരമാധികാരത്തെക്കുറിച്ച് മിണ്ടാൻ. ഇന്ത്യക്ക് എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീ ഹാൻഡ് ഇന്ന് കൈവന്നത് എല്ലാ രാജ്യങ്ങളും ഔദാര്യമായിട്ട് നമുക്ക് തന്നതല്ല, നമ്മൾ പിടിച്ചു വാങ്ങിയതാണ് ഈ പവർ. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും തന്ത്രം കൊണ്ടും നേടിയെടുത്തതാണ് ഇന്നത്തെ കരുത്ത്. ലോകരാജ്യങ്ങളുമായി ഇന്ത്യ ഉണ്ടാക്കിയ മികച്ച ബന്ധങ്ങൾ, സൈനികമായി നേടിയെടുത്ത ശേഷി, സാമ്പത്തികമായി കൈവരിച്ച വളർച്ച, ആഗോള തലത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം, ഇതെല്ലാം ഇന്നത്തെ ഇന്ത്യയുടെ ഈ പൊസിഷനിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നയതന്ത്ര തലത്തിൽ ഇന്ത്യ എത്രത്തോളം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കുകയാണ്. അമേരിക്ക ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാനെ സഹായിക്കാനില്ല എന്നതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.